ഇക്കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അമിതമായ ഉപയോഗം ചെറിയ കുട്ടികളിൽ പോലും വ്യായാമക്കുറവുണ്ടാക്കുന്നു. ഇലക്ട്രോണിക് സ്ക്രീൻ അധികമായി ഉപയോഗിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായും ശാരീരികമായി സജീവമല്ല. ഇത് കുട്ടികളെ ശാരീരിക മാനസിക നിഷ്ക്രിയത്വത്തിലേക്ക് നയിക്കുന്നു. തൽഫലമായി വൈകാരിക പെരുമാറ്റ വൈകല്യങ്ങളും കുട്ടികളിൽ ഉണ്ടാകുന്നു. ഇത്തരം കുട്ടികളിൽ പഠന വൈകല്യം, ഭാഷാപരമായ പ്രശ്നങ്ങൾ, വിഷാദം, ഉത്കണ്ഠ എന്നിവ കാലക്രമേണ ഉണ്ടാകുന്നു. ഇത്തരം അനാരോഗ്യ പ്രവണതകൾ മാറ്റുന്നതിനും മതിയായ മാനസിക ശാരീരിക വ്യായാമം ലഭിക്കുന്നതിനും തുറസായ കളിയിടങ്ങളിൽ സമപ്രായക്കാരുമായി നടത്തുന്ന കളികൾ ഉപകരിക്കും. കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വികാസത്തിന് കളികൾ അത്യന്താപേക്ഷിതമാണ്. കുട്ടിക്കാലത്തെ കളികൾ ഭാവി ജീവിതത്തിന്റെ നാമ്പുകളാണെന്ന് വിദ്യാഭ്യാസ വിദഗ്ധനായ ഫ്രോബൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് കളികളിൽ ഏർപ്പെടുക എന്നത് അവരുടെ സ്വാഭാവിക പ്രവണതയാണ്. സർവസ്വതന്ത്രരായി തന്നിഷ്ടപ്രകാരം കളിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതിനിടയിലെ നിയമാവലികളോ ചിട്ടകളോ ഒക്കെ തന്നെ അവരെ തീർച്ചയായും അലോസരപ്പെടുത്തുന്നതാകും. കുട്ടികൾക്ക് സർവാത്മന സ്വതന്ത്രരായി സ്വാഭാവിക അന്തരീക്ഷത്തിൽ കളികളിൽ ഏർപ്പെടുവാനുള്ള അവസരം സ്കൂളുകളിൽ ഒരുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രകൃതി രമണീയമായ ശുദ്ധവായു ലഭിക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ കൂട്ടുകാരുമായി ഉല്ലസിച്ചു കളിക്കാൻ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നു. അവിടെ കല്ലുകളും മരങ്ങളും പാറക്കഷ്ണങ്ങളും ഉണ്ടായിരിക്കണം. ചാടിക്കടക്കാനും ഓടിപ്പിടിക്കാനും കുനിഞ്ഞും നിവർന്നും നടക്കാനും ഒളിക്കാനും മറ്റുമുള്ള അവസരങ്ങൾ അവരുടെ കളികളിൽ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ചുറ്റുപാട് ഒരുക്കിക്കൊടുത്താൽ പ്രകൃതിയോട് ചേർന്ന് സർഗാത്മകമായ കളികൾക്കുള്ള അവസരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും. ഇത്തരത്തിൽ കുട്ടികൾക്ക് ക്രിയാത്മകമായി ഇടപെടുവാനും കളിക്കുവാനും കണ്ടെത്തുന്ന സ്ഥലം രക്ഷകർത്താക്കളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഒരുക്കിയെടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കളിയിടങ്ങളിൽ നടത്താവുന്ന പരിസ്ഥിതി സൗഹൃദവും സ്വാഭാവിക വ്യായാമം ലഭിക്കുന്നതുമായ ചില പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് പരിചയപ്പെടാം. സ്കൂളിലെ നിരപ്പായതും സുരക്ഷിതവുമായ പ്രതലങ്ങളിൽ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നടത്താവുന്ന 5 കളികളാണ് ഇനി വിശദീകരിക്കുന്നത്. നിധി കണ്ടെത്തൽ അഥവാ ട്രഷർ ഹണ്ട്. നമ്മൾ പുതിയൊരു ഗെയിം കളിക്കാൻ പോവാണ്. ഗെയിമിന്റെ പേരാണ് ട്രഷർ ഹണ്ട്. ട്രഷർ ഹണ്ട് കേട്ടിട്ടുണ്ടോ പേര്? ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിധി തിരഞ്ഞെടുക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ആ ഗെയിമിന് നമ്മൾ ഓരോ ക്ലൂ തരും. ആ ക്ലൂ വെച്ചിട്ട് വേണം നിങ്ങളത് നിധി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്ലൂ മാത്രം ഞാൻ പറഞ്ഞുതരും. ആ നിധി എവിടെയാണ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു ക്ലൂ തരും. ബാക്കിയെല്ലാം ആ ക്ലൂ വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറാണ്. അപ്പോൾ ഇവിടെ ടയർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് നിധി ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആദ്യത്തെ ക്ലൂ കിട്ടും. അങ്ങനെ നിങ്ങൾ അവസാനം നിധിയിലോട്ട് എത്തിച്ചേരും. ഓക്കെ ആണോ? അപ്പോൾ ആദ്യത്തെ ക്ലൂ ഞാൻ എവിടെയാണെന്നാണ് പറഞ്ഞത്? ടയർ. അപ്പോൾ ടയറിൻ്റെ അവിടെ പോകുമ്പോൾ അടുത്ത ക്ലൂ കിട്ടും.
അപ്പോൾ പോകാം, റെഡിയല്ലേ? അപ്പോൾ ആദ്യത്തെ ക്ലൂ ടയർ. ഇനി നിങ്ങൾ നിധി കണ്ടുപിടിക്കാൻ വേണ്ടി പൊക്കോളൂ. ടയർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊക്കോ, അവിടെ കിട്ടും നിങ്ങൾക്ക് ക്ലൂ. അതാത് സ്കൂളുകളുടെ സാഹചര്യം വിലയിരുത്തി സ്കൂൾ പരിസരം മൊത്തമായോ ഭാഗികമായോ കളിസ്ഥലം മാത്രമായോ പ്രയോജനപ്പെടുത്തി ഈ കളി നടത്താവുന്നതാണ്. കുട്ടികളെ എണ്ണമനുസരിച്ച് ചെറു ഗ്രൂപ്പായി തിരിക്കാം. കുട്ടികൾക്ക് ഗ്രഹിക്കാവുന്ന തരത്തിൽ തുടർ സൂചനകൾ നൽകി നിശ്ചിത സമയത്തിനുള്ളിൽ നിധി കണ്ടെത്തുന്ന രീതിയിൽ ഈ പ്രവർത്തനം തുടങ്ങാവുന്നതാണ്. ആദ്യമായി എന്താണ് കണ്ടെത്തേണ്ടത്, അതായത് നിധി എന്താണെന്ന് തീരുമാനിക്കുക. കുട്ടികളുടെ പ്രായം കണക്കിലെടുത്ത് നിധി കണ്ടെത്തുവാനുള്ള സൂചനകളും നിലവാരവും തീരുമാനിക്കാവുന്നതാണ്. അതായത് ചെറിയ കുട്ടികൾക്ക് സൂചനകൾ ലളിതമായ വാക്കുകളോ ചിത്രങ്ങളോ ആകണം. അതേസമയം മുതിർന്ന കുട്ടികളാണെങ്കിൽ കടങ്കഥകളോ മാപ്പുകളോ ഉപയോഗിക്കാം. കുട്ടികൾ തുടർ സൂചനകൾ തേടി കണ്ടുപിടിക്കുന്നു. അധ്യാപകരുടെ മേൽനോട്ടം പ്രവർത്തനത്തിലുടനീളം ഉണ്ടാകേണ്ടതാണ്. നിർദ്ദേശങ്ങൾ പാലിക്കുവാനും ഭാവന ഉപയോഗിക്കുവാനും നിധി കണ്ടെത്തൽ എന്ന ഈ കളി കുട്ടികളെ സഹായിക്കുന്നു. ഇതോടൊപ്പം ക്ഷമ, ശ്രദ്ധിക്കുവാനുള്ള കഴിവ്, ഏകാഗ്രത ഇവ വികസിക്കുന്നു. സമപ്രായക്കാരുമായുള്ള ഇടപെടൽ, ഒരുമിച്ച് പ്രവർത്തിക്കൽ, സഹകരിക്കൽ എന്നിവ കൂടുന്നു. സാമൂഹിക, വൈകാരിക ബുദ്ധിവികാസം നടക്കുന്നു. നിരീക്ഷണ പാടവം, പ്രശ്നപരിഹാരം തുടങ്ങിയ കഴിവുകൾ ആർജിക്കുവാനും നിധി കണ്ടെത്തൽ എന്ന ഈ പ്രവർത്തനം കുട്ടികളെ സഹായിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ നിധി കണ്ടെത്തിയ കുട്ടിയെയോ ടീമിനെയോ പ്രത്യേകം അഭിനന്ദിക്കാവുന്നതാണ്. ഒളിച്ചുകളി അഥവാ ഹൈഡ് ആൻഡ് സീക്ക്. സ്കൂൾ അങ്കണത്തിലെ മരങ്ങൾ, മൂലകൾ, ഒഴിഞ്ഞ ക്ലാസ് റൂമുകൾ, ഇടുങ്ങിയ സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് സുരക്ഷിതമായി ഒളിക്കുകയും കണ്ടെത്തുകയും ചെയ്യാൻ പറ്റുന്നതാണ് ഒളിച്ചുകളി. ചെറിയ കുട്ടികൾക്ക് ഇണങ്ങിയ ലളിതമായ കളിയാണിത്. കുട്ടികളെ ഒരു ഗ്രൂപ്പാക്കി തിരിച്ച് ഒളിച്ചുകളി തുടങ്ങാം. ഗ്രൂപ്പിലെ ഒരു കുട്ടിയെ തേടുന്നയാളായി തിരഞ്ഞെടുക്കാം. ഈ കുട്ടി നിശ്ചിത സ്ഥാനത്ത് നിന്ന് കണ്ണുപൊത്തി ഒരു നിശ്ചിത സംഖ്യ എണ്ണുമ്പോൾ ബാക്കി എല്ലാ കുട്ടികളും ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഒളിക്കുന്നു. എണ്ണിത്തീർന്നതിനു ശേഷം ഒളിച്ചിരിക്കുന്ന മറ്റു കുട്ടികളെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു.
അധ്യാപിക നിർദ്ദേശിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ കൂട്ടുകാരെ കണ്ടെത്തേണ്ടതാണ്. ആദ്യം കണ്ടെത്തപ്പെട്ടയാളാണ് തുടർന്ന് എണ്ണേണ്ടത്. അങ്ങനെ കളി തുടരാം. നേതൃത്വം ഏറ്റെടുക്കൽ, ഒറ്റയ്ക്കു പ്രശ്നം പരിഹരിക്കൽ തുടങ്ങിയവ ശീലിക്കുന്നു. ഒളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് കുട്ടികളുടെ മാനസികമായ കരുത്ത്, പേശി വികസനം, ചടുലത, ഏകോപനം എന്നിവ വളർത്തുവാൻ സഹായിക്കുകയും കുട്ടികൾക്ക് തങ്ങളുടെ ഭാവന ഉപയോഗപ്പെടുത്തുവാൻ പറ്റുകയും ചെയ്യുന്നു. ഒളിഞ്ഞിരിക്കുന്ന കൂട്ടുകാരെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് പ്രശ്നപരിഹാര കഴിവുകൾ വികസിപ്പിക്കുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും എങ്ങനെ, എവിടെ എന്നിവയെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുവാനും ഇതുമൂലം സാധിക്കുന്നു. വരമ്പും ചാലും അഥവാ ഒബ്സ്റ്റക്കിൾ കോഴ്സ്. ചാടിയും മറിഞ്ഞും മറ്റും കളിക്കുന്ന ഒരു രീതിയാണ് വരമ്പും ചാലും കളി അഥവാ ഒബ്സ്റ്റക്കിൾ കോഴ്സ്. സ്കൂളിന്റെ പരിസരവും കളിസ്ഥലത്തിന്റെ രീതിയും മനസ്സിലാക്കി സുരക്ഷിതമായ നിരപ്പായ ഒരു സ്ഥലത്ത് വരമ്പും ചാലും എന്ന പ്രവർത്തനം നടത്താവുന്നതാണ്. ചെറിയ ഇഷ്ടികകൾ, പ്ലാസ്റ്റിക് വളയങ്ങൾ, പ്ലാസ്റ്റിക് കോണുകൾ, കയർ, ചെറിയ ബോളുകൾ തുടങ്ങി ചുറ്റും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗപ്പെടുത്താം. കുട്ടികൾ നിശ്ചിത ദൂരം ചാടിക്കടന്നും ഓടിയും വളഞ്ഞു പുളഞ്ഞു നടന്നും മറ്റും ഈ പ്രവർത്തനം പൂർത്തിയാക്കുന്നു. കുട്ടികളെ നിശ്ചിത അകലത്തിൽ അധ്യാപിക ഈ പ്രവർത്തനത്തിനു തയ്യാറാക്കി വരി വരിയായി നിർത്തുന്നു. ആദ്യം കുട്ടികൾക്ക് ഈ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കുകയും തുടർന്ന് ഓരോരുത്തരെയായി കളിപ്പിക്കുകയും ചെയ്യുന്നു. കുട്ടികളിലെ കായികക്ഷമതാ വികസനത്തിനും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിനും സഹായകമാണ് ഈ കളി. കുട്ടികൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സാമൂഹിക ജീവി എന്ന നിലയിലുള്ള മാനസിക വികാസം ഉണ്ടാകുന്നു. കുതിച്ചുചാട്ടം, നിയന്ത്രിത ഓട്ടം, വളഞ്ഞും പുളഞ്ഞും നടക്കുക തുടങ്ങിയവ പേശി വികാസം, ബാലൻസ്, ശാരീരിക ഏകോപനം എന്നീ ഗുണങ്ങൾക്ക് കാരണമാകുന്നു. അനുകരണക്കളി അഥവാ ഫോളോ ദ ലീഡർ.
നിരപ്പായ മൈതാനത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അധ്യാപകൻ കുട്ടികളെ ഒരു വൃത്തത്തിനുള്ളിൽ നിർത്തുന്നു. കുട്ടികളിൽ നിന്നും ഒരാളെ നേതാവായി തിരഞ്ഞെടുത്ത് മധ്യത്തിൽ നിർത്തുന്നു. അധ്യാപകൻ കളി എന്താണെന്ന് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. തുടർന്ന് മധ്യത്തിൽ നിൽക്കുന്ന കുട്ടി അവന്റെ ഭാവനയ്ക്കനുസൃതമായി ഓരോരോ പ്രവൃത്തികളായി ചെയ്യുന്നു. ചുറ്റും കൂടി നിൽക്കുന്ന കുട്ടികൾ ഈ പ്രവൃത്തി അതേപടി അനുകരിക്കുന്നു. നേതാവിൻ്റെ മാറുന്ന ചലനത്തിനനുസൃതമായി മറ്റു കുട്ടികൾ അത് അനുകരിക്കുന്നു. അധ്യാപകന്റെ നിർദ്ദേശത്തിനനുസരിച്ച് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന കുട്ടികൾ മാറി വരികയും കളി തുടരുകയും ചെയ്യാവുന്നതാണ്. കുട്ടികളിലെ സാമൂഹിക കഴിവുകൾ വർദ്ധിപ്പിക്കുക, ദിശകൾ പിന്തുടരുവാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുക, ശാരീരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഏകോപനം, സഹകരണം എന്നിവ വളർത്തുക തുടങ്ങിയവ ഈ പ്രവർത്തനം വഴി സാധ്യമാകുന്നു. ഭാവനാപരമായി ചിന്തിക്കുവാനും ഉടൻ തന്നെ ആ ചിന്തയെ പ്രവൃത്തിയിലെത്തിക്കുവാനും ഈ പ്രവർത്തനം സഹായിക്കുന്നു. കുട്ടികൾ മറ്റുള്ളവരുമായി സഹകരിക്കുവാനും മറ്റൊരു സമപ്രായക്കാരൻ്റെ വഴി പിന്തുടരുവാനും പഠിക്കുന്നു. ഇത് കുട്ടികളുടെ സാമൂഹിക ഇടപെടൽ വർദ്ധിപ്പിക്കുന്നു. ചലനം, ഏകോപനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല വ്യായാമം ലഭിക്കുന്നു. കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുവാനും അനുകരണക്കളി എന്ന ഈ പ്രവർത്തനം സഹായിക്കുന്നു. കണ്ണുകെട്ടിക്കളി അഥവാ ബ്ലൈൻഡ് ഫോൾഡ് പ്ലേ. കുട്ടികൾക്ക് അവരുടേതായ രീതിയിലുള്ള ആശയവിനിമയം, സർഗാത്മകത, ടീം വർക്ക് എന്നിവ മെച്ചപ്പെടുത്തുവാനുള്ള രസകരമായ ഒരു പ്രവർത്തനമാണ് കണ്ണുകെട്ടിക്കളി. സുരക്ഷിതമായ നിരപ്പായ കളിസ്ഥലത്ത് ഒരു വൃത്തത്തിനുള്ളിൽ അധ്യാപിക കുട്ടികളെ നിർത്തുന്നു. തുടർന്ന് കളിയെക്കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ആദ്യം മുന്നോട്ട് വരുന്ന കുട്ടിയെ അധ്യാപിക ഒരു തൂവാല കൊണ്ട് കണ്ണുകൾ കെട്ടുന്നു. വിസിൽ മുഴങ്ങുമ്പോൾ കണ്ണുകെട്ടിയ കുട്ടി വൃത്തത്തിനുള്ളിൽ നിൽക്കുന്ന തൻ്റെ കൂട്ടുകാരെ തൊടാൻ ശ്രമിക്കുന്നു. ചുറ്റും നിൽക്കുന്ന കുട്ടികൾ വൃത്തത്തിന് പുറത്തു പോകാതെ വഴുതി മാറുന്നു.
ആദ്യം തൊട്ടയാളെ അധ്യാപിക തിരഞ്ഞെടുത്ത് കണ്ണുകെട്ടുകയും കളി തുടരുകയും ചെയ്യുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഓരോ കുട്ടിക്കും ഉപയോഗിക്കുന്ന തൂവാലകൾ വ്യത്യസ്തമായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആശയവിനിമയം, കേൾവിശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നു. വാക്കേതര ആശയവിനിമയം പഠിക്കുന്നു എന്നത് കണ്ണുകെട്ടിക്കളിയുടെ പ്രത്യേകതയാണ്. മണം, ശബ്ദം, സ്പർശനം തുടങ്ങിയ കാഴ്ചേതര ഇന്ദ്രിയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുട്ടികളെ സഹായിക്കുന്നു. സ്ഥലപരമായ അവബോധവും ഏകോപനവും മെച്ചപ്പെടുത്തുവാൻ ഈ കളി സഹായിക്കുന്നു. ദിശാബോധം നേടുവാനും ക്ഷമയോടെ വെല്ലുവിളികളെ നേരിടുവാനും ഈ പ്രവർത്തനം കുട്ടികളെ സജ്ജരാക്കുന്നു. ചെറിയ കുട്ടികൾ മറ്റുള്ളവരുമായി സഹകരിക്കുവാനും അവരുടെ അനുഭവങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രതിഫലിപ്പിക്കുവാനും വിമർശനാത്മകമായ ചിന്തകൾ വികസിപ്പിക്കുവാനും ഇത്തരം പരിസ്ഥിതി സൗഹൃദ കളികൾ അത്യാവശ്യമാണ്. കാര്യകാരണങ്ങൾ മനസ്സിലാക്കി സ്വന്തം യുക്തി ഉപയോഗിച്ച് തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ഇത്തരം കളികൾ വികസിപ്പിക്കുന്നു. ഒരു പൊതു ലക്ഷ്യം നേടുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ആശയവിനിമയ വികസനം സാധ്യമാകുന്നു. എല്ലാത്തിലും ഉപരിയായി സാമൂഹികവും വൈകാരികവുമായ കഴിവുകൾ വികസിപ്പിക്കുവാനും സഹജീവികളോടുള്ള സഹാനുഭൂതിയും സഹകരണവും വർദ്ധിപ്പിക്കുവാനും അതിലൂടെ ഉത്തമരായ പുതുതലമുറയെ വാർത്തെടുക്കുവാനും നമ്മുടെ വിദ്യാലയങ്ങൾക്ക് സാധിക്കും.